ാണോ? ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല. അത് ബിദ്അത്താണ്. വിത്റിൽ കുനൂത്ത് ഓതല്. നബി കുനൂത്ത് ഓതി വിത്റിൽ എന്നൊരു ഹദീസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഖുനൂത്ത് ഓതണം എന്ന് പറയാൻ മാത്രമുള്ള തെളിവ് അത്തരമൊരു പ്രബലത ആ ഹദീസിനില്ല. മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ സ്വഹീഹ് എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല. അത് ബിദ്അത്താണ്. വിത്റിൽ കുനൂത്ത് ഓതല് ബിദ്അത്താണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ റമളാനിൽ തറാവീഹ് നിസ്കാരം എന്ന പ്രത്യേക നിസ്കാരത്തിന് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അത് വിത്തർ നിസ്കാരമാണ്. റമളാനിൽ മാത്രമുള്ളതല്ല വിത്തർ എങ്കിലും ആ റമളാനിലെ വിത്തറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ റമളാനിൻ്റെ അവസാനത്തെ പകുതിയിലെ വിത്തറിൽ ഖുനൂത്ത് സുന്നത്താണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ്. സുന്നികൾക്ക് ഈ വിഷയത്തിൽ തർക്കമില്ല. ഒരു കാലത്തും തർക്കം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നബിതങ്ങൾ ചെയ്തത് അപ്പടി ചെയ്യുന്ന, നബിതങ്ങൾ ഉപേക്ഷിച്ചതൊന്നും ചെയ്യാത്ത ആളുകളാണ് മുജാഹിദുകൾ എന്നാണ് അവരുടെ വാദം. അപ്പം അതുകൊണ്ട് വിതർല ഖുനൂത്തിൽ എന്താണ് അവരുടെ നിലപാട് എന്ന് നോക്കുമ്പോഴാണ് ആ രസകരമായിരിക്കുന്ന പരിണാമ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അതായത് ഒരു കാലത്ത്, പഴയ കാലത്ത് മുജാഹിദുകൾ പറഞ്ഞിരുന്നത് വിതർല ഖുനൂത്ത് തനിച്ച ബിദ്അത്താണ് എന്നാണ്. തനിച്ച ബിദ്അത്താണ് അത് എന്നാണ്. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഏകദേശം ആ ഒരു പരിണാമത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മുജാഹിദുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തത്. ആ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് വിത്തറിൻ്റെ ഖുനൂത്ത് അത് ബിദ്അത്താണ് എന്ന് തറപ്പിച്ചു പറയുന്നത് മുജാഹിദുകൾ കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുസ്സലാം സുല്ലമിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരാം. വിത്റിലെ കുനൂത്ത് സ്ഥിരപ്പെട്ടതാണോ? ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല. അത് ബിദ്അത്താണ്. വിത്റിൽ കുനൂത്ത് ഓതല്. കുനൂത്ത് പറഞ്ഞ നിസ്കാരം സാവധാനം നിസ്കരിക്കുക. ഓതുമം അടിച്ചുവിടാതെ സാവധാനം ഓതുക. വഖൂമു ലില്ലാഹി ഖാനിതീൻ ഖുർആൻ പറഞ്ഞല്ലോ. ഇനി ഇത് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ KNM-ന്റെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 10-20 കൊല്ലം സെക്രട്ടറിയായ പാനൂരിലെ മർഹൂം AK അബ്ദുൽ ലത്തീഫ് മൗലവി, അദ്ദേഹം ഭയങ്കര ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ. അതിൽ ഈ വിത്റിന്റെ കുനൂത്ത് ബിദ്അത്താണുള്ള ശരിക്ക് തെളിവ് സഹിതം ഇതാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ന്യൂനതകൾ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹം പാനൂർ തേക്കെ മർഹൂം നമ്മളെ എത്രയോ കാലത്തെ സെക്രട്ടറി ആയതാണ്. അദ്ദേഹം നല്ല ഹദീസ് പണ്ഡിതനാണ്. എതിരാളികൾ വരെ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കണമാണ് മർഹൂം AK അബ്ദുൽ ലത്തീഫ് മൗലവി. അദ്ദേഹത്തിന്റെ അനുഷ്ഠാന മുറകൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അർത്ഥം. അദ്ദേഹം പറഞ്ഞിട്ട് ഇനി മുജാഹിദുകൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിനെ കൃത്യമായി പ്രൂവ് ചെയ്യുന്നുണ്ട്. അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ, മുജാഹിദുകളുടെ ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പുസ്തകമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാരം. ഇനി രണ്ടാമതായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം. അതായത് ഇതിൽ നിന്ന് കുറച്ചൊരു ഇളവ് വന്നിട്ടുണ്ട്. ബിദ്അത്തിന് മാറ്റം വന്നതായിട്ടാണ് നമ്മുടെ ഹനീഫ് കായക്കൊടി അതിനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഉന്നയിക്കപ്പെടുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിത്ർ നമസ്കാരത്തിലെ ഖുനൂത്തിനെ കുറിച്ചാണ്. എത്ര തവണ നമ്മൾ പറഞ്ഞാലും പിന്നെയും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പലരും പല സമയത്തായി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിത്റിലെ ഖുനൂത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഖുനൂത്ത് ഓതുന്ന ആളുകൾ പറയുന്ന ഹദീസുകൾ പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ അല്ല നമ്മളുടെ പണ്ഡിതന്മാർ ഇത്തരമൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. നമ്മളുടെ പണ്ഡിതന്മാർ ആ ഹദീസുകൾ പഠിച്ചു, പരിശോധിച്ചു, അതിനുശേഷം സ്വീകരിച്ച നിലപാട് എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഖുനൂത്ത് ഓതണം എന്ന് പറയാൻ മാത്രമുള്ള തെളിവ് അത്തരമൊരു പ്രബലത ആ ഹദീസിനില്ല.
അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ ഒരു പള്ളിയിൽ എല്ലാ ആളുകളും ചേർന്ന് അങ്ങനെ ഖുനൂത്ത് ഓതാമെന്ന് തീരുമാനിച്ച് ഓതുകയാണെങ്കിലോ, ഇങ്ങനെ ഒരു ഹദീസ് ഹസൻ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് ഉള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് ബിദ്അത്താണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തിട്ടില്ല. നബി തങ്ങൾ അങ്ങനെ കൽപ്പിച്ചു എന്ന് പറയുന്ന ഹദീസ് അത് പ്രബലവുമല്ല, എന്നാലോ അത് ബിദ്അത്തുമല്ല. അത് പ്രത്യേക ഒരു ആനുകൂല്യമാണ്. കാരണം മറ്റുള്ള ബറാഅത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ ആനുകൂല്യമല്ല. അതായത് ഹദീസ് പ്രബലമല്ലാതിരിക്കുകയും എന്നാൽ അത് ബിദ്അത്തല്ലാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യം മറ്റുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ചോദിക്കരുത്. നബിദിനാഘോഷം, അങ്ങനത്തെ മറ്റുള്ള സുബഹിലെ ഖുനൂത്ത്, തറാവി 20 റക്അത്ത്, അതുപോലെ തന്നെ ബറാഅത്ത് രാവ്, ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഹദീസ് ദുർബലമായതുകൊണ്ടാണ് ബിദ്അത്ത് ആയത് എന്നാണ് മുജാഹിദുകളുടെ വാദം. എന്നാൽ ഇവിടെ ഹദീസ് ദുർബലമാണെങ്കിലും അത് ബിദ്അത്തല്ല. കാരണം എന്താ വെച്ചാൽ കുറേ മുജാഹിദുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യം അവർക്കായിട്ട് അദ്ദേഹം വെച്ച് നൽകുകയാണ്. അതാണ് പരിണാമത്തിൻ്റെ 2ാമത്തെ ഘട്ടം. എന്നാൽ ഇതിൽ നിന്നും ഒരൽപ്പം വ്യത്യാസത്തിലാണ് നമ്മുടെ ഫൈസൽ മൗലവി, അതായത് വിസ്തം വിഭാഗത്തിൻ്റെ സൈദ്ധാന്തിക പണ്ഡിതനായ ഫൈസൽ മൗലവി ഇതിനവതരിപ്പിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരക്കുട്ടിയോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഹദീസൊക്കെ ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ധാരാളം സ്വഹാബികൾ എന്തായിട്ടുണ്ട്, വിത്റിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് ബിദ്അത്തൊന്നുമല്ല, അത് വളരെ നല്ലതാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആളിൽ നിന്ന് ഒന്നും കൂടി നന്നായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒന്ന് കേട്ട് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റിൽ ഖുനൂത്ത് ഓതി എന്ന് ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഹദീസില്ല. നബി ഖുനൂത്ത് ഓതി വിത്റിൽ എന്നൊരു ഹദീസ് ഉണ്ടോ? ഇല്ല. എന്നാൽ നബി ഓതാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന ഹദീസ് ഉണ്ടോ? ഉണ്ട്. സ്വഹാബിമാർ വിത്റിൽ ഖുനൂത്ത് ഓതിയായിട്ട് വ്യത്യസ്തമായ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ്, ഉമർ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള പല സ്വഹാബിമാരും വിത്റിൽ ഖുനൂത്ത് നിർവഹിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. നബി വിത്റിൽ ഖുനൂത്ത് ഓതി എന്ന ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. നബീനെ ആകെ വന്നത് ഹസൻ ബിൻ അലിക്ക് നബി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ റിപ്പോർട്ടുകൾ, അത് മതി നമുക്കത് മാതൃകയാക്കാൻ. ബിദ്അത്തല്ല, പാടില്ലാത്തല്ല, ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഖുനൂത്ത് നിർവഹിച്ചില്ല എന്നുകൊണ്ട് അയാൾ സലഫിയല്ല, ഒരിക്കപ്പോഴും ശരിയായിട്ടില്ല, ഒരിക്കപ്പോഴും സലഫി മനഹജിക്ക് എത്തിയിട്ടില്ല, ഖുനൂത്തൊന്നും ഓതുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആക്ഷേപിക്കാൻ മാത്രം അതിൽ ഒരു വകുപ്പ് ഇല്ലതാനും എന്നാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബാലുശ്ശേരിയാണ്. അതായത് മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുജൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. അദ്ദേഹം ഏകദേശം പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഹദീസ് സ്വഹീഹാണ്, നബിതങ്ങൾ ഓതി, സ്വഹാബത്ത് ഓതി, ആ ഹദീസുകളൊക്കെ സഹിയാണ് കൃത്യമായി അദ്ദേഹം സമർപ്പിക്കുകയാണ്. ചോദിക്കുന്നത്, വിത്റിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഖുനൂത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ദുആ ഉണ്ടോ? പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായും ഇസ്ലാമിൽ ഏതൊരു കാര്യവും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണ് നാം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തതെല്ലാം തീർച്ചയായും നമുക്ക് ചര്യ ആക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇമാം ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു തആല അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൂതിറു ഫയഖുനുതു ഖബ്ല റുകൂഅ. എന്താണ് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ, യൂതിറു പ്രവാചകൻ വിത്ർ നമസ്കരിക്കുകയും ഫയഖുനുതു ആ വിത്റിൽ ഖുനൂത്ത് ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റിൽ ഖുനൂത്ത് ഓതി എന്ന് ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഹദീസില്ല. നബി ഖുനൂത്ത് ഓതി വിത്റിൽ എന്ന് ഹദീസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിത്തറിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഉബയ്യിബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഖുനൂത്ത് ഓതണം എന്ന് പറയാൻ മാത്രമുള്ള തെളിവ് അത്തരമൊരു പ്രബലത ആ ഹദീസിനില്ല. മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ സ്വഹീഹ് എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലയും ഈ ഹദീസ് സ്വഹീഹാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്രിലെ കുനൂത്ത് സ്ഥിരപ്പെട്ടതാണോ? ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല, അത് ബിദ്അത്താണ്. വിത്രില് കുനൂത്ത് ഓതല് വിധേയത്താണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ പറയുന്ന ഒരു നിലപാട്. ഇത് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ KNMന്റെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 10-20 കൊല്ലം സെക്രട്ടറിയായ പാനൂരിലെ മർഹൂം AK അബ്ദുൽ ലത്തീഫ് മൗലവി, അദ്ദേഹം ഭയങ്കര ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകള്. അതിൽ ഈ വിത്രിന്റെ കുനൂത്ത് ബിദ്അത്താണുള്ള ശരിക്ക് തെളിവ് സഹിതം ഇതാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ന്യൂനതകള് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രമാണം സ്വഹാബത്താണല്ലോ. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ചര്യയെ പിന്തുടരുന്നവരാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. സ്വഹാബത്ത് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നിഫിൽ രേഖപ്പെടുത്തുന്നു, عن علقمة رضي الله تعالى عنه أن ابن مسعود وأصحاب النبي صلى الله عليه وسلم كانوا يقنطون في الوتر. അൽഖമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ വ അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മറ്റു സ്വഹാബികളും കാനൂ യഖ്നുതൂന ഫിൽ വിത്ർ, അവർ വിത്റിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പോൾ നബി ഓതിയതിന് നാം തെളിവ് കണ്ടു, സ്വഹാബത്തും ഓതിയിരുന്നു. ഈ അസറും സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകനും സ്വഹാബത്തും വിത്റിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പരിണാമം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ പരിണാമത്തിൻ്റെ ഇടയിൽ എത്ര കാലമുണ്ട് എന്ന് ചോദിച്ചാൽ 10, 40, 50 വർഷങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് മുജാഹിദുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും, ഇങ്ങനെ മാറി മറിഞ്ഞ് കൊണ്ടേയിരിക്കും. ഇതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് പെട്ടുപോയ മുജാഹിദുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സമയമായി.